മലപ്പുറത്തെത്തുമ്പോൾ മുഴുവൻ A+ ലഭിച്ചവർ പോലും സീറ്റ് കിട്ടുമോ എന്ന ആശങ്കയിലാണ്. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് സർക്കാരിനോട് ഒരിക്കൽ കൂടി നമുക്ക് പറയാനുള്ളത്. RDD ഓഫീസിലേക്ക് ഇന്നും MSFന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വീണ്ടും ഈ പ്രതിഷേധം തുടരുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3ാം അലോട്ട്മെന്റിന് ശേഷവും 15,000-ഓളം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി കണക്കെടുത്താൽ സീറ്റ് അവിടെ ലഭ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇനി സർക്കാർ അത് പരിഹരിക്കാൻ പോകുന്നത്? എന്താണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ നീക്കം? അരുൺ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് MSFന്റെ ഇന്നലെ RDD ഓഫീസ് പൂട്ടിയിട്ടുള്ള സമരം MSFന്റെ ഉണ്ടായിരുന്നു. ഇന്നും സമാന സമരത്തിലേക്ക് MSF നടക്കുന്നു. വരും ദിവസങ്ങളിൽ KSUവിന്റെ കളക്ടറേറ്റ് മാർച്ചുണ്ട്, ഫ്രറ്റേണിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ചുണ്ട്, യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. അങ്ങനെ ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ കേരളം മുഴുവൻ സമരം ആഞ്ഞടിക്കാൻ പോകുന്നു, പ്രതിഷേധം ആഞ്ഞടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. പക്ഷേ ഇതിനിടയിലും നമ്മൾ കാണേണ്ടി വരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ സാഹചര്യം തന്നെയാണ്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ട് അല്ലെങ്കിൽ 8ഉം 9ഉം A+ നേടിയിട്ടടക്കം ഒരു സ്കൂളുകളിൽ 3 ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പോലും ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ മെറിറ്റ് സീറ്റിൽ വെറും 44 സീറ്റുകളാണ് ഇനി ബാക്കിയുള്ളത്. പക്ഷേ 32,000-ലധികം വിദ്യാർത്ഥികളാണ് ഇപ്പോഴും +1 സീറ്റിന് അപേക്ഷ നൽകിയ അവസരത്തിനായി കാത്തു നിൽക്കുന്നത്. അൺഎയ്ഡഡ് പരിഗണിച്ചാൽ പോലും 15,000-ലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും +1 പഠിക്കാൻ പോലും സീറ്റില്ല എന്നുള്ളതാണ് ജില്ലയിലെ സാഹചര്യം. അത്രയേറെ കഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3ാം ഘട്ട അലോട്ട്മെന്റിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിച്ചത്. പക്ഷേ ഇന്ന് 3ാം ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കാനിരിക്കുകയാണ്. ഇതുവരെ ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ ഉത്തരവുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്കുള്ള പരിഹാരം. താൽക്കാലിക സീറ്റുകൾ അനുവദിക്കുന്നത് കൊണ്ടൊന്നും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. നിലവിൽ തന്നെ ഒരു ക്ലാസ്സിൽ 60ഉം 65ലും അധികം വിദ്യാർത്ഥികൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് ക്ലാസ് മുറികൾ എത്തിയിരിക്കുന്നു. ക്ലാസ് മുറികളൊക്കെ തന്നെ ഇടുങ്ങിയ മുറികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അത്രയേറെ വിദ്യാർത്ഥികളൊക്കെ തന്നെ +1 അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ തന്നെ മെന്റൽ ട്രോമയിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി. പല വിദ്യാർത്ഥികളും ഡിപ്രഷനിലാണ് എന്നുള്ളതാണ് അവരുടെ രക്ഷിതാക്കൾ തന്നെ ഞങ്ങളെ വിളിച്ചു പറയുന്നത്. കാരണം രാത്രി 1 മണി വരെ 2 മണി വരെയൊക്കെ ഉറക്കമൊഴിച്ച് പഠിച്ച് ഉന്നത മാർക്ക് നേടിയിട്ട് പോലും തങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് രക്ഷിതാക്കളും ചോദിക്കുന്നത്, വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അവർക്ക് ഉത്തരം നൽകാൻ പോലും നമുക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുന്നത്. അരുൺ, ഓക്കെ അഷ്കർ, ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കുട്ടികളിൽ വരുന്ന വിഷാദത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അധിക സീറ്റ് അനുവദിക്കുക എന്നുള്ളത്, അധിക ബാച്ച് അനുവദിക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിലുള്ള സാധ്യതയാണ്. താൽക്കാലികമായിട്ടാണെങ്കിലും ബാച്ച് അനുവദിക്കാതെ നിലവിലുള്ള കണക്ക് പ്രകാരം ഈ 32,000 വിദ്യാർത്ഥികളിൽ ഈ 44 മെറിറ്റ് സീറ്റ് അവശേഷിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ മറ്റു കോഴ്സുകൾ തേടി പോവേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ വന്നാൽ ഒരു പക്ഷേ B ഗ്രേഡും C ഗ്രേഡും കുട്ടികളടക്കം +2 പാഠ്യപദ്ധതിയിൽ നിന്ന് പലരും പുറത്താവും അല്ലേ? നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത്തവണ +1 അവസരം തന്നെ നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇനി ഈ 32,000 വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുന്നവരിൽ 44 മെറിറ്റ് സീറ്റുകളും അതുപോലെ തന്നെ ചില പ്രത്യേക അപേക്ഷകൾ സ്പോർട്സ് കോട്ടയിലൊക്കെ പ്രത്യേക അപേക്ഷകൾ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ 6,437 സീറ്റുകളാണ് അതുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പോലും ഈ സർക്കാർ ആനുകൂല്യത്തോടെ പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സൗജന്യ പഠനം ലഭ്യമാക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അത് കഴിഞ്ഞാൽ പോലും 25,000-ഓളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ശേഷിക്കുന്നത് അൺഎയ്ഡഡ് സീറ്റുകളാണ്. അവിടെ 10,837 സീറ്റുകളാണ് അൺഎയ്ഡഡ് നിലവിൽ ബാക്കിയുള്ളത്. പക്ഷേ ഇവിടെ സൗജന്യ പഠനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വിദ്യാർത്ഥി സമീപിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പങ്കുവച്ച കാര്യം, എനിക്ക് 9 A+ ഉണ്ട്, പക്ഷേ അൺഎയ്ഡഡ് പോയി പഠിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല, ഞാൻ എങ്ങനെയാണ് അൺഎയ്ഡഡ് പഠിക്കുക? മാത്രമല്ല മാനേജ്മെന്റ് കോട്ടകളിൽ പോലും 50,000-ലധികം രൂപ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് സ്കൂളുകളിലെ സാഹചര്യം എത്തിയിരിക്കുന്നു. ഇത്രയും വലിയ തുകയൊക്കെ ഡൊണേഷൻ നൽകി ഫീസുകൾ നൽകി തങ്ങൾ എങ്ങനെ പഠിക്കുമെന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇനി അൺഎയ്ഡഡ് കഴിച്ചാൽ പോലും 15,000-ലധികം വിദ്യാർത്ഥികൾ അവർക്ക് എവിടെ പോയി പഠിക്കുമെന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. പോളിടെക്നിക് കോഴ്സുകളും ITI കോഴ്സുകളും ഒക്കെ എണ്ണിയാണ് സർക്കാർ ഇതിനെ മറച്ചൊക്കെ ശ്രമിക്കുന്നതെങ്കിലും അതൊന്നും +1 സീറ്റുകൾക്ക് പകരമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറാകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഷ്കർ, എനിക്ക് തോന്നുന്നു പ്രതിഷേധം തുടങ്ങേണ്ട സമയമായി. അഷ്കർ, അങ്ങോട്ട് പൊക്കോളൂ. നമുക്ക് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു അഷ്കർ.